വിഷ്ണുശാലിനിയുടെ ലേറ്റസ്റ്റ് എപ്പിസോഡിൽ അവിടെ വിഷ്ണു മരിച്ചു എന്നറിയുന്ന ഭാമയാണെങ്കിൽ ഇങ്ങനെ ആകെ സങ്കടപ്പെട്ട് റൂമിൽ ഇങ്ങനെ കട്ടിലിൽ ഇങ്ങനെ കിടക്കുന്നുണ്ട്. പക്ഷേ വിഷ്ണുവിനെ കുറിച്ചുള്ള ഓർമ്മകളൊക്കെ ഓർമ്മിച്ചിങ്ങനെ കട്ടിലിൽ ആകെ കരഞ്ഞ് തളർന്നിങ്ങനെ കിടക്കുകയാണ്. എന്നിട്ട് ഓർമ്മിക്കുന്നുണ്ട് വിഷ്ണു ആണെങ്കിൽ തൻ്റെ നെഞ്ചിൽ അമ്മ എന്ന് പച്ച കുത്തിയിരിക്കുന്നത്, എനിക്കൊരു ദൈവമേ ഉള്ളൂ, എൻ്റെ അമ്മയാണ്, മറ്റൊരു ദൈവവുമില്ല എന്നൊക്കെ ഇങ്ങനെ നെഞ്ചിലല്ല അമ്മ എൻ്റെ മനസ്സിലാണ് എന്നൊക്കെ പറഞ്ഞിങ്ങനെ പറയുന്ന ഓരോ കാര്യങ്ങളും ഓർമ്മിക്കുന്നുണ്ട്. വിഷ്ണുവിന് ഭക്ഷണം വാരി കൊടുക്കുന്നതും ഒക്കെ ഇങ്ങനെ ഓർത്ത് ഭാമ അങ്ങ് കരഞ്ഞ് ഇരിക്കുകയാണ്. അതിന് പൊന്നി അടുത്ത് വന്ന് ഇതൊക്കെ ഇങ്ങനെ സങ്കടത്തോടെ നോക്കി നിൽക്കുന്നുണ്ട്. അതിനുശേഷം കാണിക്കുന്നത് അവിടെ കുടുംബശ്രീ വീടാണ്. അവിടെ ശ്യാമയാണെങ്കിൽ ഹോസ്പിറ്റലിലേക്ക് പോകാൻ ഒരുങ്ങി റെഡിയായി വരുമ്പോൾ രോഹിത്താണെങ്കിൽ കാണുന്നുണ്ട്. അന്നേരം എങ്ങോട്ടാന്ന് ചോദിക്കുമ്പോൾ ഹോസ്പിറ്റലിലേക്ക് എന്ന് പറയുകയാണ്. അന്നേരം എന്തിനാന്ന് ചോദിക്കുമ്പോൾ രോഹിത്തിന് അറിയില്ലേ, വലിയ സുഖമില്ലാതെ കിടക്കുകയല്ലേ, അപ്പോൾ എന്താണെന്ന് അറിയില്ലേ. അന്നേരം അതൊക്കെ എനിക്കറിയാം, പക്ഷേ ഇത്രയും നാളും ഇല്ലാത്തൊരു ഉത്സാഹം ഇപ്പോൾ എവിടെ നിന്ന് വന്നു, അതിൽ നീ എന്തിനാണ് പോകുന്നതൊക്കെ എനിക്കറിയാം എന്ന് പറയുകയാണ്. അന്നേരം അതറിയാമല്ലോ, അപ്പോൾ അതം കൊണ്ട് മനസ്സിൽ വെച്ചിരുന്നാൽ മതി എന്ന് പറയുന്നുണ്ട്. അന്നേരം ശാരികയാണെങ്കിൽ ജീവിതത്തിലേക്ക് തിരിച്ചു വന്നുകൊണ്ടിരിക്കുകയാണ്. പക്ഷെ നീ പോയി ഇപ്പോൾ കുഞ്ഞിനെ കാണാനില്ല എന്ന് പറഞ്ഞാൽ അതൊരു മാനസികമായിട്ട് തളർത്തുമെന്ന് പറയുമ്പോൾ ഉണ്ടാവട്ടെ, എല്ലാവർക്കും കുഞ്ഞേച്ചിയെ കളക്ടർ കുഞ്ഞേച്ചി വലിയ അങ്ങോട്ട് വിശ്വാസമായിരുന്നല്ലോ, ഇപ്പോൾ കൊച്ചിനെ ആരാണ്ട് കൊണ്ടുപോയില്ലേ എന്നൊക്കെ പറഞ്ഞ് കുറേ ശാലിനിയെ കുറ്റപ്പെടുത്തുന്നുണ്ട്. അന്നേരം നീ ആരെക്കുറിച്ചാണ് പറയുന്നത്, ഓർമ്മയുണ്ടോ എന്ന് ചോദിക്കുകയാണ്. നിൻ്റെ ചേച്ചിയുടെ കുഞ്ഞിനെയല്ലേ കാണാതായിരിക്കുന്നതെന്നൊക്കെ പറയുമ്പോൾ ആര് വന്നാലും പോയത് എന്നെ വേദനിപ്പിച്ചവരൊക്കെ വേദനിക്കുക തന്നെ വേണം, നിങ്ങളും ആലോചിച്ചോ, നിങ്ങളും എൻ്റെ മുമ്പിൽ നിന്ന് വേദനിക്കൂ എന്നൊക്കെ പറയുകയാണ്. അന്നേരം നിന്നെ എൻ്റെ ജീവിതത്തിലേക്ക് കൂടെ കൂട്ടിയതാണ് എനിക്ക് ഏറ്റവും വലിയ തെറ്റ്, പിന്നെ സുനാമിയെ നീന്തി കയറി വന്ന് എനിക്ക് പിന്നെ വേറെ ഒന്നും നോക്കാനില്ലല്ലോ എന്ന് പറയുകയാണ്. വീണ്ടും ശ്യാമയെ പോകാനായിട്ട് രോഹിത് സമ്മതിക്കില്ല. നീ എന്തായാലും പോകുന്നില്ല ഇവിടെ നിന്ന്, കലക്കവെള്ളത്തിൽ മീൻ പിടിക്കാനല്ലേ നിൻ്റെ ഉദ്ദേശം, അതെന്തായാലും നടക്കില്ല. പിന്നെ കുഞ്ഞിനെ പോലീസുകാർ അന്വേഷിക്കുന്നുണ്ട്, അവരന്വേഷിച്ച് ശാലിനിയുടെ കയ്യിൽ ഏൽപ്പിക്കും, അതങ്ങനെ അറിഞ്ഞാൽ മതി, അല്ലാതെ നീ പോയി കുടുംബകലഹം ഉണ്ടാക്കാൻ പോകണ്ട, ഒരു കാരണവശാലും നീ ഇവിടെ നിന്ന് പോകുന്നില്ല എന്ന് പറഞ്ഞ് ശ്യാമയെ പോകാനായിട്ട് രോഹിത് അനുവദിക്കുന്നില്ല. ഇതേ സമയം അവിടെ ശാലിനിയാണെങ്കിൽ ഓഫീസിൽ നിന്ന് ഹോസ്പിറ്റലിൽ നിന്നോ വീട്ടിലേക്ക് വരുന്നുണ്ട്. അന്നേരം ഭാമ ഇങ്ങനെ ആകെ ദേഷ്യത്തോടും പുറത്തേക്ക് ഇറങ്ങി വരികയാണ്. എന്നിട്ട് ശാലിനി ഇങ്ങനെ തള്ളുന്നുണ്ട് മുന്നോട്ട്. അന്നേരം സത്യം എന്താ ഇങ്ങനെ നോക്കുന്നതെന്ന് ചോദിക്കുന്നുണ്ട്. അന്നേരം നീ എങ്ങോട്ടാ ചോദിക്കുകയാണ്. അന്നേരം ഞാൻ അകത്തേക്ക് എന്ന് പറയുമ്പോൾ എങ്ങോട്ടാ അകത്തേക്കും ചോദിക്കുകയാണ്. അന്നേരം ഇവിടേക്കല്ലാതെ ഞാൻ എങ്ങോട്ടാ വരുന്നതെന്ന് പറയുമ്പോൾ നീ ഇനി അകത്തേക്ക് കയറണ്ട എന്ന് പറയുകയാണ്. അന്നേരം ഞാൻ പിന്നെ ഇവിടേക്കല്ലാതെ ഇത് ഞാൻ സത്യമ്മയുടെ മകൻ്റെ ഭാര്യയല്ലേ എന്നിങ്ങനെ ചോദിക്കുകയാണ്. അന്നേരം സത്യഭാമയ്ക്ക് ആകെപ്പാട് ദേഷ്യം വരുന്നുണ്ട്. ഭാമ ശാലിനിയുടെ കാരണം നോക്കി ഒന്ന് പൊട്ടിക്കുകയാണ്. എന്നിട്ടാണോടി നീ എൻ്റെ കുഞ്ഞിനെ കൊന്നു തിന്നത് എന്നിങ്ങനെ ചോദിക്കുകയാണ്. അന്നേരം ശാലിനിക്ക് എന്തോ ഇത് സംഭവം മനസ്സിലാവുന്നുണ്ട്, ഭാമ അറിഞ്ഞു എന്നുള്ളത്. എന്നിട്ട് എന്നാലും നീ എൻ്റെ മകനെ കൊന്നു കളഞ്ഞില്ലേടി, 30 ലക്ഷം രൂപയ്ക്ക് വേണ്ടി അവൻ്റെ ഇൻഷുറൻസ് ഒക്കെ തട്ടിയെടുക്കാനാണോ നീ കൊന്നത് എന്ന് പറഞ്ഞിട്ട് ശാലിനി ആകപ്പാടെ ചോദ്യം ചെയ്യുകയാണ്. അന്നേരം ശാലിനി പറയുന്നുണ്ട്, ഇല്ല സത്യാമ്മേ, ഞാനൊന്ന് പറയട്ടെ എന്ന് പറയുമ്പോൾ നീ ഒന്നും പറയണ്ട, എൻ്റെ മോനെ ഇല്ലാതാക്കിയ നീ ഭൂമിയിൽ ജീവിച്ചിരിക്കണ്ട എന്ന് പറഞ്ഞിട്ട് ശാലിനിയുടെ കഴുത്തിന് അങ്ങ് പിടിക്കുകയാണ്. എന്നിട്ട് ശാലിനിക്ക് ശ്വാസമൊക്കെ മുട്ടുന്നുണ്ട്. എന്നിട്ട് അങ്ങ് വീണ്ടും ചോദിക്കുന്നുണ്ട്, എന്നാലും എൻ്റെ സ്വത്തുക്കളെല്ലാം നിനക്ക് ഞാൻ തരുമായിരുന്നില്ലേ, നിന്നെ ഒരുപാട് സ്നേഹിച്ചതല്ലേ അവൻ, എന്നിട്ട് നീ എന്തിനാണ് വെറും ഈ പൈസയ്ക്ക് വേണ്ടിയിട്ട് നീ അവനെ കൊന്നു കളഞ്ഞത്, എൻ്റെ മോനെ നീ ഇല്ലാതാക്കിയില്ലേ, എന്ന് വേണ്ട, എനിക്ക് ഈ ഭൂമിയിൽ ജീവിച്ചിരിക്കാനുള്ള അവകാശം ഇല്ല എന്ന് പറഞ്ഞിട്ട് അങ്ങോട്ട് കഴുത്ത് ഞെക്കി പിടിക്കുകയാണ്. എന്നിട്ട് പിന്നെ വീണ്ടും അടിക്കുകയൊക്കെ ചെയ്യുന്നു. അന്നേരം ഞാൻ ഒന്ന് പറയട്ടെ എന്നിങ്ങനെ പറയുന്നുണ്ട്. വിഷ്ണുവേട്ടൻ നമ്മളെ വിട്ടുപോയത് ശരി തന്നെയാണ്, പക്ഷെ അത് സത്യമേ അറിയിച്ചില്ല, മറച്ചു വെച്ചു, അതിന് തക്കതായ കാരണമുണ്ട് എന്ന് പറയുമ്പോൾ എന്ത് കാരണം എന്ന് പറഞ്ഞിട്ട് വീണ്ടും ശാലിനി അടിക്കുന്നുണ്ട്. അന്നേരം വീണ്ടും കഴുത്തിനൊക്കെ കുത്തിപ്പിടിക്കുകയാണ്. ആകെ ഒരു ഭ്രാന്തമായ അവസ്ഥ എന്ന പോലെ തന്നെയാണ് ഭാമ അങ്ങ് അലറുന്നത്. അന്നേരം പൊന്നി ഓടിക്കൊണ്ട് വരുന്നുണ്ട്. അന്നേരം പൊന്നിയെ പിടിച്ചൊരു തള്ളങ്ങോട്ട് ഭാമ തള്ളുകയാണ്. എന്നിട്ട് വീണ്ടും ശാലിനിയെ നന്നായിട്ട് ഉപദ്രവിക്കുന്ന, അടിക്കുകയും പിന്നെ കഴുത്തിനെ പിടിക്കുകയും ഒക്കെ ചെയ്തിട്ട്, എന്നാലും എൻ്റെ മകനെ നീ കുരുതി കൊടുത്തില്ലേ എന്നും പറഞ്ഞിട്ട് അങ്ങനെ എൻ്റെ വിഷ്ണുവിനെ ഇല്ലാതാക്കിയില്ലേ എന്നും പറഞ്ഞ് അവസാനം നീ എന്നെ ഒരു നോക്ക് കാണിക്കുക പോലും ചെയ്തില്ല, അതും ഇത്ര ചില്ലി കാശിന് വേണ്ടി എന്നൊക്കെ പറഞ്ഞിട്ട് ശാലിനിയെ ഇങ്ങോട്ട് പിടിച്ചുകൊണ്ട് വന്നിട്ട് മുടിക്ക് അങ്ങോട്ട് കുത്തിപ്പിടിച്ചിട്ട് ആ വാതിലിൻ്റെ ഭിത്തിയിൽ ഇങ്ങനെ ഇടിക്കുകയാണ്. നീ ഈ ഭൂമിയിൽ ജീവിച്ചിരിക്കേണ്ട, എൻ്റെ മകനെ ഇല്ലാതാക്കിയ നീ ജീവിച്ചിരിക്കട്ടെ എന്ന് പറഞ്ഞിട്ട് തല ശക്തിയായിട്ട് ആ ഭിത്തിയിലേക്ക് ഇടിക്കുന്നുണ്ട്. ശാലിനി കരയൊക്കെ ചെയ്യുന്നുണ്ട്. അന്നേരം ശിവനാണെങ്കിൽ ജീപ്പിലെത്തുന്നുണ്ട്. അന്നേരം ശിവനിങ്ങനെ ബഹളമൊക്കെ ഇട്ട് ഓടിക്കൊണ്ട് വരികയാണ്. എന്നിട്ട് സത്യമേ ചെയ്യില്ലേ എന്ന് പറയുമ്പോൾ സത്യം കേൾക്കുന്നില്ല, അങ്ങനെ തല മുടിക്ക് കുത്തിപ്പിടിച്ച് ഇടിക്കുക തന്നെയാണ്. അന്നേരം ശിവനാണെങ്കിൽ ആ കൈ കൊണ്ട് വയ്ക്കുന്നുണ്ട് ശാലിനിയുടെ തല ഇങ്ങനെ ഇടിക്കുന്ന ആ ഭാഗത്തേക്ക്. 2-3 ഇടി ശിവൻ്റെ കയ്യിലാണ് കൊള്ളുന്നത്. കൈ ശിവന് വേദനിക്കുന്നുണ്ട്. എന്നിട്ട് സത്യമ്മയെ പിടിച്ചൊക്കെ മാറ്റുകയാണ്. പക്ഷേ നീ അങ്ങോട്ട് മാറി നിൽക്കണമെന്ന് പറഞ്ഞിട്ട് വീണ്ടും ശാലിനിയെ പിടിച്ചങ്ങ് തറയിലേക്ക് എറിയുകയൊക്കെ ചെയ്യുകയാണ്. എന്നിട്ടും അവിടേക്ക് തന്നെ ഭാമ ചെല്ലുന്നുണ്ട്. എൻ്റെ മകനെ കൊന്നു, ഇവള് എൻ്റെ മകനെ കൊന്നു, പൈസയ്ക്ക് വേണ്ടി കൊന്നു എന്നൊക്കെ ശിവനോട് പറയുന്നുണ്ട്.
അന്നേരം അത് ശാലിനി ചെയ്തെങ്കിൽ എന്തെങ്കിലും ഒരു തക്കതായ കാരണം കാണുമെന്ന് പറയുമ്പോൾ എന്ത് തക്കതായ കാരണം ഒന്നുമില്ല, അവൾ പൈസയ്ക്ക് വേണ്ടി ചെയ്തതാണ് എന്ന് പറഞ്ഞ് ശാലിനി അങ്ങ് അടിക്കുകയോ ഉപദ്രവിക്കുകയൊക്കെ ചെയ്ത് ശാലിനി അങ്ങനെ തറയിൽ ഇരിക്കുകയാണ്. അന്നേരം ഈ ബഹളം കേട്ടുകൊണ്ട് ഈ കുഞ്ഞുങ്ങൾ ഓടിക്കൊണ്ട് വരുന്നുണ്ട്. എന്താ സത്യാമ്മ, എന്തിനാ ഞങ്ങൾ അമ്മയെ ഉപദ്രവിക്കില്ലേ എന്നും പറഞ്ഞ് ചെന്ന് പിടിക്കുകയാണ്. ശാലിനി ചെന്ന് പിടിക്കുന്നുണ്ട് രണ്ടുപേരും കൂടി. അന്നേരം ഭാമ ഈ രണ്ട് കുഞ്ഞുങ്ങളെ അങ്ങ് ചേർത്ത് പിടിക്കുകയാണ്. എന്നിട്ട് പറയും, ഇത് എൻ്റെ വിഷ്ണുവിൻ്റെ ചോരയാണ്, എൻ്റെ വിഷ്ണുവിൻ്റെ മക്കൾ, അവരെ കള്ളസ്നേഹം കാണിച്ച് നീ മയക്കേണ്ട ആവശ്യമില്ല, ഇനി നിനക്ക് ഇവന്മേൽ യാതൊരു അവകാശമില്ല എന്ന് പറഞ്ഞിട്ട് കുട്ടികൾ രണ്ടിനെയും പിടിച്ച് പൊന്നിയുടെ കയ്യിലേക്ക് കൊടുക്കുകയാണ്. കുട്ടികളെ കൊണ്ടുപോകുമെന്ന് പറയുന്നിട്ട് പൊന്നിയെയും ഈ കുട്ടികളെയും കൂടി അകത്തേക്കാക്കിയിട്ട് ഭാമ വെളിയിൽ നിന്ന് കതകങ്ങ് ലോക്ക് ചെയ്യുകയാണ്. അന്നേരം കുട്ടികളകത്തുനിന്ന് തുറക്ക് എന്നൊക്കെ പറയുകയാണ്. അന്നേരം പൊന്നിയോട് ചോദിക്കുന്നുണ്ട്, എന്തിനാ അമ്മയെ തല്ലുന്നതെന്നൊക്കെ കുട്ടികൾ ചോദിക്കുമ്പോൾ എനിക്കൊന്നും അറിയില്ല എന്നിങ്ങനെ പൊന്നു പറയുന്നുണ്ട്. എന്നിട്ടും ഭാമ ഇങ്ങനെ ശാലിനി ഉപദ്രവിക്കുകയാണ്. എന്നിട്ട് ശാലിനി ഇങ്ങനെ പിടിച്ച് വലിച്ച് ഇങ്ങോട്ട് വാടി എന്ന് പറഞ്ഞിട്ട് പിടിച്ച് വലിച്ച് ഉമ്മറത്തേക്ക് കൊണ്ടുവന്നിട്ട് മുറ്റത്തേക്ക് ഇങ്ങ് തള്ളുകയാണ്. അന്നേരം വിഷ്ണുവിൻ്റെ ജീപ്പിൻ്റെ ഫ്രണ്ടിലേക്ക് ശാലിനി ഒന്ന് വീഴുന്നുണ്ട്. അന്നേരം നീ ഒരു കാലത്തും ഗുണം പിടിക്കില്ല, നീ പുഴുത്ത് ചാവും, ഗതി കിട്ടാതെ അലയും, എൻ്റെ കുഞ്ഞിനെ കൊന്നു കളഞ്ഞു, എന്നാലും അവസാനമായിട്ട് അവൻ്റെ ശരീരമെങ്കിലും നിനക്ക് എന്നെ ഒന്ന് കാണിക്കാമായിരുന്നില്ലേ എന്നൊക്കെ പറയുമ്പോൾ സത്യമേ ഞാൻ പറയുന്നത് കേൾക്കുമെന്ന് പറയുമ്പോൾ അതാരാണ് ഇവിടെ വന്ന് പറഞ്ഞത് എന്നൊക്കെ എനിക്കറിയില്ല, പക്ഷേ അങ്ങനെയൊന്നും അല്ല കാര്യങ്ങൾ എന്ന് പറഞ്ഞ് ശാലിനി പറയാൻ വരുമ്പോൾ ഒന്നും സമ്മതിക്കുന്നില്ല ഭാമ കേൾക്കാനായിട്ട്. ശിവൻ ഇതൊക്കെ നോക്കി നിൽക്കുന്നേ ഉള്ളൂ. ശിവൻ ആദ്യമൊക്കെ പിടിച്ചു മാറ്റിയെങ്കിലും പിന്നീട് ഭാമ ചെയ്യുന്നത് ശാലിനി ഇങ്ങനെ കഴിയുന്നതൊക്കെ ശിവൻ അവിടെ മാറി നിന്ന് നോക്കി നിന്ന് സങ്കടപ്പെടുന്നേ ഉള്ളൂ. എന്നിട്ടും പറയുന്നുണ്ട്, എന്നാലും നീ ഇനി ഈ വാതിലിൻ്റെ മുന്നിലേക്ക് നീ വരാനായിട്ട് പാടില്ല, ഈ വീട്ടിലേക്ക് നീ വരാൻ പാടില്ല, എൻ്റെ വാതിൽക്കൽ വരരുത്, അങ്ങനെ വന്നാൽ നിനക്ക് വേണ്ടി എൻ്റെ വാതിൽ തുറക്കേണ്ടി വന്നാൽ അന്ന് സത്യഭാമ ജീവിച്ചിരിക്കില്ല എന്ന് പറഞ്ഞിട്ട് വീണ്ടും ഉപദ്രവിക്കുകയും ചെയ്യുന്നുണ്ട്. എന്നിട്ട് എന്നാലും നിനക്ക് ആ പൈസയ്ക്ക് വേണ്ടി നീ അത് ചെയ്തില്ല, എൻ്റെ മോനെ കുരുതി കൊടുത്തില്ല എന്ന് ഒരുപാട് തവണ ഇങ്ങനെ ഭാമ പറഞ്ഞിട്ട് ഭാമ ആകെ ദേഷ്യപ്പെട്ട് അങ്ങ് അകത്തേക്ക് കയറി പോവുകയാണ്. ഭാമയ്ക്ക് സങ്കടം തന്നെയാണ്. മകനെ സുസ്മിത പറഞ്ഞത് അതേപടി വിശ്വസിച്ചുകൊണ്ടാണ് ശാലിനിയോട് അങ്ങനെ ഭാമ പെരുമാറുന്നത്. പക്ഷേ ശാലിനിക്ക് പറയാനുള്ളത് അവിടെ സത്യഭാമ കേൾക്കുന്നില്ല. ആ ഒരു ഇൻഷുറൻസ് തുക പേപ്പർ ഭാമ കൊണ്ടു കൊടുത്തതൊക്കെ ഓർക്കുന്നുണ്ട്. അപ്പോൾ അത് കൈപ്പറ്റീൻ്റെ റെസിപ്റ്റ് കാണിക്കുമ്പോൾ ഭാമ അത് അപ്പാടെ വിശ്വസിക്കുകയാണ് ചെയ്യുന്നത്. എന്താണ് സംഭവിച്ചത് എന്നുള്ളത് അവിടെ ഭാമ തിരക്കുന്നു വെച്ചാൽ ആ ഒരു അമ്മയുടെ മനോവിഷമം കൊണ്ട് തന്നെയാണ് ഭാമ അങ്ങനെ പെരുമാറുന്നതും ഒക്കെ. അങ്ങനെ ശാലിനിയാണെങ്കിൽ ആകെ വിഷമിച്ച് ആ തറയിലെ ജീപ്പിൻ്റെ ഫ്രണ്ടിൽ തന്നെ ഇരുന്നങ്ങ് കരയുകയാണ്. അന്നേരം ശിവൻ ഇതിങ്ങനെ സങ്കടത്തോടെ നോക്കി നിൽക്കുന്നേ ഉള്ളൂ. ഇതേ സമയം ഇവിടെ ഹോസ്പിറ്റൽ റൂമിൽ ശാരിക എങ്ങനെ കിടക്കുന്ന കാണിക്കുന്നുണ്ട്. പെട്ടെന്ന് ശാരികയ്ക്കാണെങ്കിൽ ഒരു ശ്വാസം മുട്ട് പോലെ വരികയാണ്. അന്നേരം അടുത്തൊരു നേഴ്സുമാർ ഓടിയെത്തുന്നുണ്ട്. എന്താണെന്ന് ചോദിക്കുമ്പോൾ ശ്വാസം കിട്ടുന്നില്ല എന്ന് പറയുകയാണ്. അന്നേരം അതിലൊരാൾ നേഴ്സാണെങ്കിൽ ഡോക്ടറെ വിളിക്കാമെന്ന് പറഞ്ഞ് ഓടിച്ചെന്ന് ഡോക്ടറെ വിളിച്ചുകൊണ്ട് വരുന്നുണ്ട്. അന്നേരം ഡോക്ടറാണെങ്കിൽ പെട്ടെന്ന് പരിശോധിക്കുകയും ചെയ്യുന്നുണ്ട്, പ്രഷറൊക്കെ നോക്കുകയാണ്. എന്നിട്ട് പെട്ടെന്ന് ഡോക്ടർ പറയുന്നുണ്ട്, ബൈസ്റ്റാൻഡർ വിളിക്ക്, ശാരിക എത്രയും പെട്ടെന്ന് ICUയിലേക്ക് മാറ്റണം, സീരിയസ് ആണ് എന്നിങ്ങനെ പറയുമ്പോൾ ആ നേഴ്സ് ഇങ്ങനെ പുറത്തേക്ക് ഓടുന്നുണ്ട്. ശാരിക ഇങ്ങനെ ശ്വാസം കിട്ടാതെ അല്ലാണ്ട് ഇഷ്ടപ്പെടുകയാണ്. ഇതേ സമയം ശാലിനിയാണെങ്കിൽ അവിടെ സത്യഭാമയുടെ വീട്ടിൽ ആ പടിപ്പുരയുടെ ആ വാതിൽക്ക് തന്നെ ഇങ്ങനെ വിഷമിച്ചിരിക്കുകയാണ്. ശിവനാണെങ്കിൽ വണ്ടിക്കകത്തിരുന്നുണ്ട്. എന്നിട്ട് ഗ്ലാസ്സിലൂടെ ഇങ്ങനെ ശാലിനി വിഷമിച്ചിരിക്കുന്നത് നോക്കുന്നുണ്ട്. എന്നിട്ട് ശാലിനി അടുത്തേക്ക് ഇറങ്ങി ചെല്ലുകയാണ്. എന്നിട്ട് പറയുന്നുണ്ട്, സത്യമ്മയുടെ നിലപാട് പറഞ്ഞു, ഇനി തീരുമാനമെടുക്കേണ്ടത് ശാലിനിയാണ്, ഇവിടെ ഇരുന്നിട്ട് കാര്യമില്ല എന്ന് പറയുകയാണ്. അന്നേരം ഇതിപ്പോൾ എങ്ങനെ അറിഞ്ഞു എന്നൊന്നും എനിക്കറിയില്ല, പക്ഷേ സത്യമ്മയെ മനസ്സിലാക്കിയല്ലേ പറ്റുള്ളൂ എന്ന് പറയുകയാണ്. അന്നേരം സത്യാമ്മയ്ക്ക് അതൊന്നും അറിയില്ലല്ലോ, മകൻ നഷ്ടപ്പെട്ട വേദന അത് സത്യാമ്മയിൽ നിന്ന് മറച്ചു വെച്ചു, അതാണ് പെരുമാറിയെന്ന് പറയുകയാണ്. അന്നേരം ഈ ഒരു പൊട്ടിത്തെറി ഉണ്ടാകുമെന്ന് ഞാൻ പ്രതീക്ഷിച്ചില്ല, പെട്ടെന്ന് ഉണ്ടാകുമെന്ന് അറിഞ്ഞില്ല, എല്ലാ കാര്യങ്ങളും പറഞ്ഞ് മനസ്സിലാക്കാമെന്നാണ് കരുതിയത്. പക്ഷേ ഈ കാര്യങ്ങളെല്ലാം അറിഞ്ഞത് ഞാനും വൈകിയല്ലേ, എല്ലാം കഴിഞ്ഞിട്ടല്ലേ അറിഞ്ഞത്. രേഷ്മയെ പറഞ്ഞ് വിലക്കിയിരുന്നില്ലേ വിഷ്ണുവേട്ടൻ, അതുകൊണ്ട് സത്യമ്മയുടെ മുന്നിൽ സത്യങ്ങൾ ബോധ്യപ്പെടുത്തുക തന്നെ വേണം, അല്ലാതെ എനിക്കിവിടെ നിന്ന് ഇറങ്ങിയിട്ട് യാതൊരു കാര്യവുമില്ല. ഒരിക്കൽ കൊട്ടിയടച്ച വാതിൽ സത്യമ്മ തുറക്കുക തന്നെ ചെയ്യും, അല്ലാതെ ഇതിപ്പോൾ ഇവിടെ നിന്ന് പോയിട്ട് അതൊരു കാര്യമില്ല എന്നും പറഞ്ഞിങ്ങനെ വിഷമിച്ച് പറയുകയാണ്. അന്നേരം എന്ത് നന്മയ്ക്ക് വേണ്ടി ശാലിനിയാണെങ്കിൽ എല്ലാ സങ്കടങ്ങളും ഏറ്റുവാങ്ങാൻ വേണ്ടി എല്ലാം മറച്ചു വെച്ചു എന്ന് പറയുകയാണ്. അന്നേരം അങ്ങനെ തന്നെയാണ് എൻ്റെ വിധി, നന്മയ്ക്ക് വേണ്ടി എന്ത് ചെയ്താലും അവസാനം തിന്മയായിട്ടും കുറ്റമായിട്ട് അതിൻ്റെ ആദ്യമേ ഉള്ള വിധി തന്നെയാണെന്നൊക്കെ പറഞ്ഞ് ശാലിനി ഇങ്ങനെ വിഷമിച്ചിരിക്കുകയാണ്. ഈ സമയത്താണ് അന്നേരം ശിവനാണെങ്കിൽ ശാലിനിയുടെ അടുത്തേക്ക് ഇരുന്നാണ് കാര്യങ്ങൾ ആ പടിപ്പുരയിൽ ഇരുന്നൊക്കെയാണ് സംസാരിക്കുന്നത്. ഈ സമയത്ത് പൊന്നി ഓടിക്കൊണ്ട് വരുന്നുണ്ട്. അന്നേരം ഇവിടെ നടക്കുന്ന കാര്യങ്ങൾ കണ്ട് സങ്കടപ്പെടാൻ മാത്രമേ എനിക്ക് കഴിയത്തുള്ളൂ എന്ന് പറയുകയാണ്. അന്നേരം ഇവിടെ സുസ്മിത വന്നിരുന്നു, സുസ്മിതയാണ് എല്ലാം പറഞ്ഞതെന്ന് പറയുന്നുണ്ട്. അന്നേരം സുസ്മിത ചോദിക്കുന്നുണ്ട്, അതെ ഒരു ഇൻഷുറൻസ് ഏജൻറ്റിനെയും കൊണ്ടാണ് വന്നത്, എന്നിട്ടാണ് കാര്യങ്ങൾ പറഞ്ഞത് എന്ന് പറയുന്നുണ്ട്. ഇനിയും വരുമെന്നും പറഞ്ഞാണ് പോയതെന്ന് പറയുന്നുണ്ട്. അന്നേരം അപ്പോൾ ഇതിനെല്ലാം പിന്നിൽ അവളാണല്ലേ എന്ന് പറയുന്നുണ്ട്, അവൾ എൻ്റെ പിന്നാലെ തന്നെയാണല്ലേ എന്ന് പറയുന്നുണ്ട്. അന്നേരം ശിവൻ ചോദിക്കുകയാണ്, ഇത്രയ്ക്ക് ദേഷ്യം എന്തിനാണ് സുസ്മിതയ്ക്ക് ശാലിനിയോട് എന്ന് ചോദിക്കുന്നുണ്ട്. അന്നേരം അത് പണ്ടേ തുടങ്ങിയത് തന്നെയാണ്, അവളുടെ ജീവിതം ഞാൻ തട്ടിയെടുത്തു എന്നൊക്കെയാണ് അവൾ പറയുന്നത്.
അതിൻ്റെ അവസാനം കൊണ്ട് മാത്രമേ തീരുകയുള്ളൂ എന്നൊക്കെ ഇങ്ങനെ പറഞ്ഞ് നിൽക്കുകയാണ്. ഈ സമയത്താണ് ശാലിനി അവിടെ ഹോസ്പിറ്റലിൽ നിന്ന് ഡോക്ടർ ഫോൺ ചെയ്യുന്നത്. ശാലിനി പെട്ടെന്ന് ഒന്ന് ഹോസ്പിറ്റലിൽ എത്തും. ശരീരത്തിൽ അല്പം സീരിയസ് ആണെന്ന് പറയുമ്പോൾ ഞാൻ ഉടനെ എത്താം എന്ന് പറഞ്ഞിട്ട് ഫോൺ വയ്ക്കുന്നുണ്ട്. എന്നിട്ട് ശാലിനി ശിവനോട് പറയുകയാണ്, ശരീരച്ചിക്ക് സീരിയസ് ആണ്, നമുക്ക് ഹോസ്പിറ്റലിലേക്ക് പോകാം. അന്നേരം പോകാം എന്ന് പറഞ്ഞ് ശിവൻ വണ്ടി എടുക്കുന്നുണ്ട്. അന്നേരം ശാലിനി ഇങ്ങനെ വണ്ടിയിൽ ജീപ്പിലേക്ക് കയറാൻ പോകുമ്പോൾ പിന്നെ പൊന്നിയോട് പറയുന്നുണ്ട് സത്യാമ്മയെ നോക്കണേ എന്നുള്ളത്. അന്നേരം അത് ഞാൻ നോക്കിയോളാം എന്ന് പറഞ്ഞിട്ടുണ്ട്. അന്നേരം മുകളിൽ നിന്ന് കുഞ്ഞുങ്ങൾ ആ ഒരു വാതിലിലൂടെ ഇങ്ങനെ വിളിക്കുകയാണ്, അമ്മേ ഇങ്ങോട്ടാണ് ഞങ്ങളും വരുന്നു എന്ന് പറയുന്നുണ്ട്. അന്നേരം അമ്മ ഇപ്പോൾ പോവുകയാണ്, പോയിട്ട് വരാം, എന്നിട്ട് മക്കളെയും കൊണ്ടുപോകാം, അടങ്ങി നിൽക്കണേന്ന് പറയുകയാണ്. അന്നേരം ഞങ്ങൾക്ക് ഇവിടെ നിൽക്കാൻ അമ്മയെ സത്യമ്മയുടെ വാതിൽ തുറക്കാൻ പറ എന്നൊക്കെ പറയുകയാണ് ഈ കുട്ടികൾ. അന്നേരം ഞാൻ വരാം, വന്നിട്ട് കൊണ്ടുപോകാം, അടങ്ങി നന്നായിട്ട് നിൽക്കണേന്ന് പറഞ്ഞിട്ട് പെട്ടെന്ന് വണ്ടിയിൽ കയറി പോവുകയാണ്. അന്നേരം മോളിൽ നിന്ന് തന്നെ കുഞ്ഞുങ്ങൾ പൊന്നോട് ചോദിക്കുന്നുണ്ട്, പൊന്നാൻ്റെ അമ്മ എങ്ങോട്ടാണ് പോയെന്ന്. അന്നേരം ശാരി ആൻറ്റിയുടെ അടുത്തേക്ക് ഹോസ്പിറ്റലിലേക്കെന്ന് പറയുന്നുണ്ട്. അന്നേരം പെട്ടെന്ന് വരുമെന്ന് ചോദിക്കുമ്പോൾ വരുമെന്ന് പറയുകയാണ്. അന്നേരം സത്യം പറയുന്നുണ്ട്, വരുമ്പോൾ അമ്മയുടെ കൂടെ നമുക്കും പോകാം എന്നിങ്ങനെ പറഞ്ഞ് ആ കുട്ടികൾ നിൽക്കുകയാണ്. അന്നേരം പൊന്നി ഇങ്ങനെ നോക്കി നിൽക്കുന്നു. ഇത്രയുമേ ഒരു എപ്പിസോഡിൽ കാണിക്കുന്നുള്ളൂ. അപ്പോൾ അവിടെ സത്യഭാമ ഇനി ആരിൽ നിന്നും സത്യം മനസ്സിലാക്കും എന്നുള്ളതാണ്, ആര് പറഞ്ഞാലാണ് ഭാമയ്ക്ക് ബോധ്യമാകുന്നത് എന്നുള്ളതാണ്. ഇനി രേഷ്മ ഇനി നേരിട്ട് വന്ന് പറയുമോ ഇല്ലയോ എന്നുള്ളതൊക്കെയാണ്. അതോ ഇനി ശിവൻ പറഞ്ഞാലും കേൾക്കുമോ എന്നറിയില്ല. ശിവൻ അത്രയ്ക്കുള്ള കാര്യങ്ങൾ അറിയില്ലോ, രേഷ്മയ്ക്കാണല്ലോ കാര്യങ്ങൾ അറിയാവുന്നത്. അതിന് രേഷ്മ ഒന്ന് പറയുമോ എന്താകും എന്നുള്ളത് നമുക്ക് വരും എപ്പിസോഡുകളിൽ കാണാം. എന്തായാലും ശാലിനി ഭാമ വീട്ടിൽ നിന്നും പുറത്താക്കുന്നുണ്ട്. ഓക്കെ, താങ്ക് യു.